ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു കഥാലോകം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2019 പുറത്തിറങ്ങിയ ഹൊറർ ത്രില്ലർ മൂവി ആയിട്ടുള്ള ദ ഹോൾ ഇൻ ദ ഗ്രൗണ്ട് എന്ന മൂവിയാണ്. നാടും വീടുമെല്ലാം വിട്ട് ഒരു പുതിയ വീട്ടിലേക്ക്, പുതിയ നാട്ടിലേക്ക് താമസം മാറിയതാണ് ഒരു അമ്മയും മകനും. എന്നാൽ പുതിയ വീട്ടിലേക്ക് മാറിയതിനു ശേഷം ആ ഒരു അമ്മ തൻ്റെ മകൻ്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ കാണാൻ തുടങ്ങി. ഒരു 10 വയസ്സുള്ള കുട്ടിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു അമാനുഷിക ശക്തിയും അമാനുഷിക ബലവും കൂടിയ ഒരു കുട്ടിയായിരുന്നു അത്. അങ്ങനെ വൈകാതെ തന്നെ ആ ഒരു അമ്മ തിരിച്ചറിയുകയാണ് അത് തൻ്റെ മകനല്ലെന്ന്. പിന്നീട് അങ്ങോട്ട് തൻ്റെ മകനെ വീണ്ടെടുക്കാനായിട്ട് ആ ഒരമ്മ മുൻപിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. സ്വന്തം മകനെ ഭയപ്പെട്ട് ആ വീട്ടിൽ കഴിഞ്ഞ സ്ത്രീക്ക് എന്ത് പറ്റിയെന്നറിയാനായിട്ട് കഥ മുഴുവൻ കാണുക. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. മൂവിയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് കഥയിലെ നായികയായിട്ടുള്ള സോഫിയും അവളുടെ മകൻ ക്രിസിനെയുമാണ്. ഇരുവരുടെയും നഗരമായിട്ടുള്ള അയർലൻഡിൽ നിന്ന് താമസം മാറി ഒരു കൺട്രി സൈഡിലേക്ക്, ഒരു വിജന പ്രദേശത്തിലേക്ക് അവർ താമസം മാറുകയാണ്. അതിനായിട്ട് ഇരുവരും ഒരു കാറിൽ താമസ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണ്. പെട്ടെന്നാണ് ഒരു പ്രായമായ സ്ത്രീ ഇവരുടെ വണ്ടിക്ക് കുറുകെ ചാടുന്നത്. സോഫി ആകട്ടെ ഒരു വിധത്തിലാണ് വണ്ടി വെട്ടിച്ചു മാറ്റി ആ സ്ത്രീയെ ഇടിക്കാതെ മാറ്റി നിർത്തിയത്. ആ പ്രായമായ സ്ത്രീക്ക് എന്തെങ്കിലും പറ്റിയൊന്ന് പരിശോധിക്കാനായിട്ട് സോഫിയ വണ്ടിയിൽ നിന്നിറങ്ങി ആ ഒരു സ്ത്രീയുടെ അടുത്തേക്ക് പോവുകയാണ്. ഈ ഒരു പ്രായമായ സ്ത്രീയുടെ പേരാണ് നൊറീൻ. നൊറീന് എന്തെങ്കിലും കാര്യമായിട്ട് പറ്റിയെന്ന് സോഫി ചോദിക്കുകയാണ്. എന്നാൽ അവൾ ചോദിക്കുന്നതിനല്ല നൊറീൻ മറുപടി പറഞ്ഞത്. ഹീ ഈസ് നോട്ട് മൈ സൺ, അവൻ എൻ്റെ മകനല്ല എന്ന വാക്യങ്ങളാണ് നൊറീൻ വീണ്ടും വീണ്ടും സാറയോട് പറഞ്ഞുകൊണ്ടിരുന്നത്. തലയ്ക്ക് അധികം സ്ഥിരതയില്ലാത്ത ഒരു പ്രായമായ സ്ത്രീയാണതെന്ന് സോഫി മനസ്സിലാക്കുകയാണ്. എന്നാൽ പെട്ടെന്നായിരുന്നു നൊറീൻ വണ്ടിയിലുണ്ടായിരുന്ന ക്രിസിനെ തുറിച്ചു നോക്കിയത്. അതുകണ്ട് പേടിച്ചിട്ടാവണം സോഫി ആകട്ടെ നൊറീൻ്റെ അടുത്ത് നിന്ന് മാറിപ്പോവുകയാണ്. അപകടത്തിൽ പൊട്ടിയ ആ ഒരു സൈഡ് മിററും നിലത്ത് നിന്നെടുത്തുകൊണ്ട് സോഫിയ അവളുടെ വണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ സോഫിയ കാറും എടുത്തുകൊണ്ട് അവിടെ നിന്ന് മാറിപ്പോവുകയാണ്. സോഫിയും ക്രിസും അങ്ങനെ അവരുടെ പുതിയ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. പിന്നീടുള്ള ദിവസങ്ങൾ അമ്മയും മകനും സന്തോഷത്തോടെയാണ് ആ ഒരു വീട്ടിൽ താമസിച്ചത്. സോഫി ആകട്ടെ ക്രിസിനെ കൊഞ്ചിച്ചും ലാളിച്ചുമാണ് വളർത്തിയത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് അമ്മയും മകനും വഴക്കിടാറുണ്ട്. എന്നാൽ ഒട്ടുമിക്ക സമയവും ഇരുവരും നല്ല കൂട്ടുകാരാണ്. ക്രിസ് ഒറ്റയ്ക്കായതുകൊണ്ട് ക്രിസിൻ്റെ കൂടെ കളിക്കാനായിട്ട് ഒട്ടുമിക്ക സമയവും സാറയാണ് കൂടെയുള്ളത്. അവർക്കറിയാവുന്നതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളും ചെറിയ തമാശകളും കാണിച്ചാണ് അവർ കളിക്കാറ്. അങ്ങനെ ഒരു ദിവസം ഉച്ചയ്ക്ക് കഴിക്കാൻ നേരമാണ് ക്രിസ് അടുക്കളയിൽ ഒരു സ്പൈഡറിനെ കണ്ട് കരഞ്ഞത്. ഉടൻ തന്നെ ശബ്ദം കേട്ടു വന്ന സോഫി ആകട്ടെ ആ ഒരു സ്പൈഡറിനെ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ആ ഒരു സ്പൈഡറിനെ പാത്രം തുറന്ന് പുറത്തേക്ക് ഇറക്കി വിടുകയാണ്. എന്നാൽ സോഫിയ ഈ ഒരു കാര്യം ചെയ്തത് കണ്ട് ക്രിസിന് അത്ര പിടിച്ചില്ല. അതിനെ പുറത്തേക്ക് വെറുതെ വിട്ടു കഴിഞ്ഞാൽ അത് തിരികെ നമ്മുടെ വീട്ടിലേക്ക് തന്നെ വരുമെന്ന് ക്രിസ് പറഞ്ഞു. അമ്മ ചെയ്ത ഈ ഒരു കാര്യത്തെ പ്രതി അവൻ നന്നായിട്ട് അമ്മയോട് ദേഷ്യപ്പെടുകയാണ്. എൻ്റെ അച്ഛൻ ഇന്നിവിടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ഉറപ്പായിട്ടും ആ ഒരു സ്പൈഡറിനെ കൊന്നു കളയനെ. ഇതിൻ്റെ ഒപ്പം തന്നെ ക്രിസ് ഒരു കാര്യം കൂടെ അമ്മയോട് ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണമ്മേ അച്ഛൻ നമ്മുടെ കൂടെ വരാത്തത്? യഥാർത്ഥത്തിൽ സോഫിയും അവളുടെ ഹസ്ബൻഡും ഡിവോഴ്സ് ആയിരിക്കുകയാണ്. എന്നാൽ ആ ഒരു കാര്യം എങ്ങനെ തൻ്റെ മകനോട് പറയണമെന്ന് സോഫിക്ക് അറിയത്തില്ലായിരുന്നു. ഇതിനെക്കുറിച്ചൊന്നും അമ്മ വ്യക്തമായിട്ട് പറയാത്തത് കൊണ്ട് ക്രിസിന് നന്നായിട്ട് ദേഷ്യം വരികയാണ്. അങ്ങനെ പുറത്തേക്ക് പോയ ആ ഒരു സ്പൈഡറിനെ അവൻ ചവിട്ടി ചതച്ച് കൊല്ലുകയാണ്. അമ്മ എപ്പോഴും എന്നോട് കള്ളം മാത്രമാണ് പറയുന്നത്, എനിക്ക് അമ്മയെ ഒട്ടും ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ക്രിസ് അമ്മയുടെ അടുത്ത് നിന്ന് ഓടി അകലെ ഉണ്ടായിരുന്ന ഒരു കാട്ടിലേക്ക് ഓടി. സാറയാകട്ടെ ക്രിസിന്റെ പുറകെ തന്നെ ഓടി ആ ഒരു കാട്ടിലേക്ക് കയറി. ആ ഒരു കാടിന്റെ അകത്തേക്ക് കയറി ചെന്നപ്പോൾ സാറയ്ക്ക് മുൻപിൽ ക്രിസിനെ ഒന്നും കാണാൻ കഴിയുന്നില്ല. അവൾ മുൻപിലേക്ക് പോകുന്തോറും അവളുടെ നേരെ ഒരു വലിയ കാറ്റടിക്കുകയായിരുന്നു. പോകുന്തോറും ആ ഒരു കാറ്റിന്റെ ശക്തി കൂടിക്കൊണ്ടിരുന്നു. അങ്ങനെ കുറച്ചധികം മുൻപിലേക്ക് നടന്നു നീങ്ങിയപ്പോഴാണ് മുൻപിൽ വലിയൊരു കാര്യം കണ്ട് സാറ ഞെട്ടിപ്പോയത്. ആ ഒരു കാടിന്റെ നടുക്ക് വലിയൊരു പാറക്കഷ്ണം വീണതുപോലെ വലിയൊരു ഗർത്തമായിരുന്നു അവൾ മുൻപിൽ കണ്ടത്. എന്നാൽ പെട്ടെന്ന് തന്നെയായിരുന്നു സാറയുടെ പുറകെ ക്രിസ് വന്നു നിന്നത്. ക്രിസ് ആകട്ടെ സങ്കടത്തോടെ സാറേനെ കെട്ടിപ്പിടിച്ച് സാറയോട് അവൻ മാപ്പ് പറയുകയാണ്. അച്ഛനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു, ഇനി മേലിൽ ഞാൻ അത് ആവർത്തിക്കത്തില്ല, ക്രിസ് സാറയോട് പറയുകയാണ്. മുൻപിലുള്ള ആ ഒരു വലിയ ഗർത്തം ക്രിസിനെ കാണിക്കാതെ തന്നെയാണ് സാറ തിരികെ വീട്ടിലേക്ക് പോയത്. സാറയ്ക്ക് ഇപ്പോഴും വലിയ സംശയമാണ് ആ ഒരു ഗർത്തം എന്തായിരിക്കുമെന്ന്. തിരികെ വീട്ടിലെത്തിയപ്പോൾ സാറ കിടക്കാൻ നേരത്താണ് പുറകിലത്തെ വാതിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേട്ടത്. സാറ ഉടൻ തന്നെ പുറകിലെ വാതിലും അടച്ച് തിരികെ കിടക്കാൻ പോയി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിരിക്കുകയാണ്. ക്രിസ് ആകട്ടെ അവൻ്റെ പുതിയ സ്കൂളിൽ പുതിയ ക്ലാസ്സിലേക്ക് കയറി ചെല്ലുകയാണ്. ക്രിസ് ആദ്യമായിട്ട് ആ ഒരു നഗരത്തിൽ ആ ഒരു സ്കൂളിൽ ചെന്നതുകൊണ്ട് അവന് പുതിയ കൂട്ടുകാരെ ഒന്നും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല.
അങ്ങനെ വന്നപ്പോഴാണ് സാറ ക്രിസിനൊരു കോമ്പറ്റീഷൻ കാണിച്ചു കൊടുത്തത്. അതിന്റെ ആ ഒരു ഇൻവിറ്റേഷൻ സാറ ക്രിസിന് കൊടുത്തിട്ട് അവനോട് പറഞ്ഞു, ഈ ഒരു കോമ്പറ്റീഷനിൽ നീ പങ്കെടുക്കുകയാണെങ്കിൽ നിനക്ക് കൂടുതൽ കൂട്ടുകാരെ കിട്ടും. എന്നാൽ സാറ പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ കേൾക്കാനായിട്ട് ക്രിസ് കൂട്ടാക്കിയില്ല. ആ ദിവസം വൈകിട്ട് സാറ പുതിയതായിട്ട് വന്ന ആ ഒരു ടൗണിലെ കുറച്ച് ആൾക്കാരെല്ലാം ചേർന്ന് വൈകിട്ട് ഒരു ഗെറ്റ് ടുഗദർ നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ സാറയും ആ ഒരു ചെറിയ പാർട്ടിയിൽ പങ്കെടുത്തു. ആ ഒരു പാർട്ടിക്കിടയിൽ അവർ ഓരോരുത്തരും നാട്ടിലെ കാര്യങ്ങളും ഓരോ വിശേഷങ്ങളും പറയുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ഭ്രാന്തിയായിട്ടുള്ള നൊറീൻ എന്ന ആ ഒരു സ്ത്രീയെ പറ്റി ഒരാൾ സംസാരിച്ചത്. നൊറീൻ അവരുടെ ടൗണിൽ തന്നെ താമസിക്കുന്ന ഒരു സ്ത്രീയാണ്. ഈ ഒരു നൊറീനെ തന്നെയാണ് വഴിയിൽ വെച്ച് സാറ കണ്ടതും. നൊറീൻ ഒരിക്കൽ അവളുടെ മകൻ പഠിക്കുന്ന ക്ലാസ്സിൽ യാദൃശ്ചികമായിട്ട് കയറി ചെന്ന് അവിടെ വല്ലാതെ ഒരു പ്രശ്നമുണ്ടാക്കി അലമ്പാക്കി. അവളൊരുമാതിരി ഭ്രാന്തിനെ പോലെയായിരുന്നു ആ ഒരു ക്ലാസ്സിൽ വെച്ച് പെരുമാറിയത്. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ടീച്ചർമാർ ചേർന്നാണ് നൊറീനെ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് പിടിച്ചു മാറ്റിയത്. എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ നൊറീൻ അവളുടെ കാർ ഉപയോഗിച്ച് തൻ്റെ സ്വന്തം മകനെ ഇടിച്ചു കൊല്ലുകയായിരുന്നു. അവൾ അത് എന്തിനു ചെയ്തെന്നോ അതൊരു ആക്സിഡന്റ് ആണോ അതോ മനഃപൂർവ്വം ചെയ്തതാണെന്നോ യാതൊരു നിശ്ചയവുമില്ല. പക്ഷേ അതിനുശേഷം അവളിപ്പോൾ ഒരു ഭ്രാന്താശുപത്രിയിലാണ്. ഈ ഒരു കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ സാറയ്ക്കും വല്ലാത്തൊരു സംശയം തോന്നി. അങ്ങനെ ആ ദിവസം വൈകിട്ട് കിടന്നുറങ്ങിയപ്പോൾ സാറ ഈ ഒരു കാര്യങ്ങളായിരുന്നു ചിന്തിച്ചത്. എന്നാൽ അതിൻ്റെ കൂടെ തന്നെയായിരുന്നു പുറത്തുനിന്ന് വല്ലാത്തൊരു കാറ്റും മുറിക്കുള്ളിൽ വാതിലുകൾ തമ്മിലിടിക്കുന്നതും ആരോ പുറത്ത് കൊട്ടുന്നതുമായിട്ടുള്ള ഒരു ശബ്ദമെല്ലാം സാറ കേട്ടത്. അവൾ മുറിയിൽ നിന്നിറങ്ങി അത് അന്വേഷിക്കാനായിട്ട് പോയി. ആദ്യമേ തന്നെ തൻ്റെ മകൻ ക്രിസ് കിടക്കുന്ന മുറിയിലേക്കാണ് അവൾ കയറി ചെന്നത്. എന്നാൽ വാതിൽ തുറന്നു നോക്കിയപ്പോൾ അതിൽ ക്രിസ് ഇല്ലായിരുന്നു. ക്രിസിനെ കാണാത്തത് കൊണ്ട് സാറ വലിയ ടെൻഷനിലായി. അവളൊരു ടോർച്ച് എടുത്തുകൊണ്ട് ക്രിസിനെ അന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തുണ്ടായിരുന്ന ആ വലിയ കാട്ടിലേക്കാണ് ക്രിസിനെ അന്വേഷിച്ച് സാറ ഇറങ്ങിച്ചെന്നത്. എന്നാൽ ആ വലിയ കാട്ടിലെങ്ങും ക്രിസിനെ അന്വേഷിച്ചിട്ട് സാറയ്ക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ആ ഒരു കാട്ടിൽ അവൾക്ക് ചുറ്റും വല്ലാത്തൊരു ശബ്ദമായിരുന്നു. വളരെ പേടിപ്പിക്കുന്ന ശബ്ദം കൂടെ ആയപ്പോൾ സാറ നന്നായിട്ട് ഭയന്നുപോയി. പേടി കാരണം സാറ എങ്ങനെ തിരികെ അവളുടെ വീട്ടിലേക്ക് ഓടി കയറുകയാണ്. വീട്ടിലേക്ക് ചെന്ന ഉടനെ തന്നെ സാറ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ വിളിക്കുകയാണ്. എന്നാൽ അവൾ പ്രതീക്ഷിക്കാതെ അതാ പുറകിൽ ക്രിസ് നിൽക്കുന്നു. ഇത്ര നേരവും ക്രിസ് എവിടെയായിരുന്നെന്ന് സാറ അന്വേഷിക്കുകയാണ്. ഞാൻ ഇവിടെ തന്നെ എൻ്റെ മുറിയിലുണ്ടായിരുന്നു, ഞാൻ എങ്ങും പോയിട്ടില്ലായിരുന്നെന്ന് ക്രിസ് സാറയോട് മറുപടി പറയുകയാണ്. ഇതുകൂടെ കേട്ടപ്പോൾ സാറയ്ക്കെന്തോ അവളുടെ കിളി പോയതുപോലെയാണ് തോന്നിയത്. അവൾക്ക് വല്ലാത്ത ആങ്സൈറ്റിയും അവളുടെ മെന്റൽ ഹെൽത്തിന് എന്തൊക്കെയോ സംഭവിച്ചിട്ടുള്ളതുപോലെ അവൾക്ക് തോന്നി. അങ്ങനെ തൊട്ടടുത്ത ദിവസം തന്നെ സാറ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാനായിട്ട് ചെന്നു. ആ ഒരു ഡോക്ടറിനോട് അവൾ നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ്. സാറയ്ക്ക് ഇതുപോലെ മറ്റനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഡോക്ടർ അവളോട് ചോദിച്ചു. അപ്പോഴാണ് സാറ അവളുടെ തലയിലുള്ള ഒരു മുറിവ് കാണിച്ചത്. പണ്ട് നടന്ന ഒരു ആക്സിഡന്റ് കാരണം ഉണ്ടായ മുറിവാണത്. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവളുടെ ആങ്സൈറ്റിക്കും അവളുടെ ഡിപ്രഷനും മരുന്നായിട്ട് കുറച്ച് ടാബ്ലറ്റ്സ് എല്ലാം ആ ഒരു ഡോക്ടർ അവൾക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് നൽകുകയാണ്. അങ്ങനെ സാറ തിരികെ അവളുടെ വീട്ടിലെത്തുകയാണ്. വീട്ടിലേക്ക് അവളുടെ അടുക്കളയിൽ ചെന്ന ഉടനെ തന്നെ അവൾ ക്രിസിനെ വിളിക്കുകയാണ്. എന്നാൽ വിളിച്ച ഉടനെ തന്നെ ക്രിസത അവളുടെ തൊട്ടരികിൽ തന്നെ നിൽക്കുന്നു. വിളിച്ചിട്ട് ഒരു സെക്കൻഡ് പോലും കഴിഞ്ഞില്ല, ക്രിസത തൊട്ടരികിൽ. ഇതുകൂടെ കണ്ടപ്പോൾ സാറയ്ക്ക് അവളുടെ ആങ്സൈറ്റിയും അവളുടെ പേടിയും വളരെ അധികമായിട്ട് കൂടി. അതുകൊണ്ട് ഡോക്ടർ നൽകിയ ആ ഒരു ഗുളിക അവളെടുത്ത് കഴിക്കുകയാണ്. അങ്ങനെ മരുന്നെല്ലാം കഴിച്ച് സാറ കിടന്നുറങ്ങുകയാണ്. പിറ്റേ ദിവസം രാവിലെ സാറ എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്നത് അവളുടെ ബെഡിന്റെ അരികിൽ ഒരു കെട്ട് പൂക്കളുമായിട്ട് ക്രിസ് ഇരിക്കുന്നതാണ്. സാറയോടൊന്നും പറയാതെ പുറത്തുപോയി ക്രിസ് പറിച്ചുകൊണ്ടുവന്ന കുറച്ച് പൂക്കളായിരുന്നു അത്. അനുവാദം ചോദിക്കാതെ പുറത്തിറങ്ങിയതിന് സാറ നന്നായിട്ട് ക്രിസിനെ വഴക്ക് പറഞ്ഞു. എന്നിരുന്നാലും സ്നേഹത്തോടെ പൂ പറിച്ചുകൊണ്ട് വന്നതുകൊണ്ട് സാറ ക്രിസിനെ കെട്ടിപ്പിടിക്കുകയാണ്. ആ ദിവസം വൈകിട്ട് ക്രിസിനെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ സാറയാണ് ചെന്നത്. കുറച്ച് അകലെ നിന്ന് തന്നെ സാറ നോക്കുമ്പോൾ കാണുന്നത് കുറേയേറെ ഫ്രണ്ട്സുമായിട്ട് കൂട്ടുകൂടി നിൽക്കുന്ന ക്രിസിനെയാണ്. എന്തിനേറെ ക്രിസിന്റെ ശത്രുവായിരുന്ന ആള് പോലും ഇപ്പോൾ ക്രിസിന്റെ കൂട്ടുകാരനാണ്. ഇതൊക്കെ കണ്ടപ്പോൾ സാറയ്ക്ക് ചെറിയ സന്തോഷമൊക്കെ തോന്നി. അങ്ങനെ ക്രിസിനെ കൂട്ടിക്കൊണ്ട് തിരികെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് അതാ വഴിയിൽ നൊറീൻ എന്ന ആ ഒരു സ്ത്രീ നിൽക്കുന്നു. നൊറീൻ നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ സാറ ഒന്ന് സംശയത്തോടെ തന്നെ ക്രിസിനെ നോക്കുകയായിരുന്നു. വണ്ടിയിൽ ഹോൺ അടിച്ചെങ്കിലും നൊറീൻ വഴിയിൽ നിന്ന് മാറി നിന്നില്ല. അവസാനം സാറ വണ്ടിയിൽ നിന്നിറങ്ങി നൊറീൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. വഴിയിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് നൊറീനോട് സാറ പറഞ്ഞപ്പോൾ നൊറീൻ അന്ന് വഴിയിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ഇറ്റ്സ് നോട്ട് യുവർ സൺ, അത് നിന്റെ കുട്ടിയല്ല. ഈ ഒരു വാക്കുകൾ കേട്ടപ്പോൾ സാറയ്ക്കും വല്ലാത്ത രീതിയിൽ എന്തോ മടുപ്പ് തോന്നി. അപ്പോഴായിരുന്നു നൊറീൻ്റെ ഹസ്ബൻഡായിട്ടുള്ള ഡെസ് അവളുടെ അടുത്തേക്ക് ഓടി വന്നത്. ഡെസിന്റെ കണ്ണു വെട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നതായിരുന്നു നൊറീൻ. തൻ്റെ അശ്രദ്ധ മൂലം ആ പറ്റിയ കാര്യത്തെ ഓർത്ത്
ഡെസ് സാറയോട് മാപ്പ് ചോദിച്ചു. ഡെസ് സാറയോട് സംസാരിച്ചുകൊണ്ടിരുന്ന ഈ ഒരു സമയത്താണ് നൊറീൻ ആ ഒരു കാറിന്റെ അടുത്തേക്ക് ക്രിസിന്റെ അടുത്തേക്ക് ചെന്നത്. കാറിനകത്തുള്ള ക്രിസിനെ നോക്കി നൊറീൻ ആ കാര്യങ്ങൾ തന്നെ പിന്നീടും പറഞ്ഞു. ഇറ്റ്സ് നോട്ട് യുവർ സൺ. ഇതും പറഞ്ഞുകൊണ്ട് നൊറീൻ അവളുടെ തല ആ ഒരു വിൻഡോയിലേക്ക് അടിക്കുകയാണ്. ആ ഒരു ഗ്ലാസ്സിലേക്ക് ഇടിച്ച് ഗ്ലാസ് പൊട്ടിക്കാനായിരുന്നു നൊറീന്റെ ശ്രമം. എന്നാൽ അപ്പോഴേക്കും ഡെസ് ഓടി വന്ന് അവളെ അവിടെ നിന്ന് പിടിച്ചു മാറ്റുകയാണ്. ഈ ഒരു സമയത്ത് തന്നെ സാറ അവളുടെ വണ്ടിയിലേക്ക് കയറി അവിടെ നിന്ന് ക്രിസിനെ കൂട്ടിക്കൊണ്ട് അവൾ മാറിപ്പോയി. അവരുടെ കാറ് ഫോളോ ചെയ്ത് പുറകെ തന്നെ നൊറീൻ വരാൻ ശ്രമിച്ചെങ്കിലും സാറ ഒന്നും മൈൻഡാക്കാതെ കാറ് മുൻപോട്ടേക്ക് എടുത്തു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ക്രിസിനെ സ്കൂളിൽ കൊണ്ടുവിട്ടത് സാറയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് തിരികെ പോരുന്ന വഴിയാണ് സാറ നൊറീന്റെ വീട്ടിലേക്കൊന്ന് കയറിയത്. നൊറീന്റെ ഹസ്ബൻഡായിട്ടുള്ള ഡെസ്സിനോട് അവളുടെ അസുഖം എന്താണെന്നും അതിനെപ്പറ്റിയൊക്കെ ഒന്ന് സംസാരിക്കാനായിട്ടായിരുന്നു സാറ ആ വീട്ടിലേക്ക് കയറിയത്. എന്നാൽ കയറി ചെന്നപ്പോൾ തന്നെ സാറ ഒരു ഞെട്ടിക്കുന്ന കാഴ്ചയാണ് മുൻപിൽ കണ്ടത്. തല മാത്രം ഒരു കുഴിയിലേക്ക് മൂടപ്പെട്ട് ചത്തു മലന്നു കിടക്കുന്ന നൊറീനെയായിരുന്നു അവൾ കണ്ടത്. അത് കണ്ടപ്പോൾ തന്നെ സാറയൊന്ന് ഞെട്ടിപ്പോയി. പിന്നീട് നൊറീന്റെ ആ ഒരു മരണം ആ ഒരു നാട്ടിലെങ്ങും വലിയൊരു വാർത്തയായിരുന്നു. നൊറീന്റെ ബോഡി ആദ്യമായിട്ട് തന്നെ കണ്ട സാറേനെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് കുറച്ച് പോലീസുകാർ അവളുടെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ ഒരു പോലീസുകാരൻ സാറേനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. മറ്റൊരു പോലീസുകാരനാകട്ടെ ക്രിസുമായിട്ട് മറ്റൊരു മുറിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു പോലീസുകാരൻ ക്രിസുമായിട്ട് ഹാൻഡ് റെസ്ലിംഗ് ആയിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. തൊട്ടടുത്ത മുറിയിലുണ്ടായിരുന്ന സാറയാകട്ടെ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്നായിരുന്നു ക്രിസ് ആ പോലീസുകാരന്റെ കൈ വലിയ ശക്തിയോടെ തിരിച്ചൊടിക്കുന്നത് അവൾ കണ്ടത്. അതുകൊണ്ട് ഞടുങ്ങിപ്പോയ സാറ പിന്നീടൊന്ന് വിചാരിച്ചപ്പോഴാണ് അതും അവളുടെ തോന്നലാണെന്ന് മനസ്സിലായത്. അങ്ങനെ ആ ചോദ്യം ചെയ്യലെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പതിവ് പോലെ തന്നെ സാറ അവളുടെ ജോലിക്ക് പോവുകയാണ്. ജോലി സ്ഥലത്ത് വെച്ച് അവളുടെ ബോസ് ആയിട്ടുള്ള ലൂയിസ് മരണപ്പെട്ട നൊറീനെ പറ്റിയായിരുന്നു സാറയോട് മൊത്തം നേരം സംസാരിച്ചത്. സാറയ്ക്ക് നൊറീനെ പറ്റി സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ആ ഒരു ടോപ്പിക്ക് മാറ്റിവിട്ട് തൻ്റെ മകൻ ക്രിസിനെ പറ്റിയുള്ള വിഷമം സാറ ലൂയിസിനോട് പറയുകയാണ്. എൻ്റെ മകൻ ക്രിസ് ഇപ്പോൾ നോർമലായിട്ടല്ല ബിഹേവ് ചെയ്യുന്നത്. പലവട്ടം ഞാൻ അവനെ പേര് ചൊല്ലി വിളിക്കുമ്പോഴും അവനെ തിരിഞ്ഞു പോലും നോക്കാറില്ല. അവൻ്റെ സ്വഭാവത്തിൽ വലിയ എന്തോ മാറ്റമുണ്ടെന്ന് വിഷമത്തോടെ സാറ ലൂയിസിനോട് പറയുകയാണ്. സാറേനെ സമാധാനിപ്പിച്ച് ലൂയിസും മറുപടി പറഞ്ഞു. എനിക്കുള്ളത് ഇരട്ട കുട്ടികളാണ്. അപ്പോൾ ഇവരിലെ മാറ്റങ്ങളെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം. കുട്ടികൾ വളരുന്ന പ്രായത്തിൽ ഇതുപോലെ സ്വഭാവ മാറ്റം ഉണ്ടാകുമെന്ന് ലൂയിസ് സാറയോട് തുറന്നു പറഞ്ഞു. അങ്ങനെ അതിനൊക്കെ ശേഷം ആ ദിവസം വൈകിട്ട് സാറ നൊറീന്റെ അടക്ക കൂടാനായിട്ട് നൊറീന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. നൊറീന്റെ വീട്ടിൽ കയറി അവിടുത്തെ മുറിയിലെല്ലാം നോക്കിയപ്പോഴാണ് ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യം സാറ ശ്രദ്ധിച്ചത്. കറുത്ത തുണികൾ വിരിച്ച് കുറേയേറെ കണ്ണാടികൾ ആ ഒരു ഭിത്തിയിൽ കെട്ടിത്തൂക്കി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടപ്പോൾ സാറയ്ക്ക് എന്തൊക്കെയോ തോന്നിപ്പോയി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് നൊറീന്റെ ഹസ്ബൻഡായിട്ടുള്ള ദസ് ഒരു ഡ്രിങ്ക്സിനായിട്ട് സാറയുടെ അടുത്തേക്ക് ചെന്നത്. അങ്ങനെ ദസ്സുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സാറ ഒരു കാര്യം ദസ്സിനോട് ചോദിച്ചത്. നൊറീൻ എന്തുകൊണ്ടാണ് എപ്പോഴും എന്നെ കാണുമ്പോൾ ദിസ് ഈസ് നോട്ട് യുവർ സൺ എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തായിരിക്കും അതിന്റെ കാരണമെന്ന് ദസ്സിനോട് അവൾ ചോദിച്ചു. ദസ് അങ്ങനെ നൊറീൻ എന്തായിരുന്നെന്നും അവൾക്ക് എന്താണ് പറ്റിയതെന്നും തുറന്നു പറയുകയാണ്. ഞങ്ങളുടെ മകൻ മരണപ്പെടുമ്പോൾ അവന് 8 വയസ്സായിരുന്നു. 8 വയസ്സായപ്പോൾ തൊട്ട് അവന്റെ സ്വഭാവത്തിൽ വലിയൊരു മാറ്റം നൊറീൻ കണ്ടു തുടങ്ങി. അവൻ ഒരിക്കലും വിളിച്ചാൽ കേൾക്കുകയോ എപ്പോഴും ഒരു രൂക്ഷ ഭാവത്തോടെ മാത്രമാണ് ഞങ്ങളെ നോക്കിക്കൊണ്ടിരുന്നത്. ഈ ഒരു വീട്ടിലെ ഒരു ഇമ്പോസ്റ്റർ എന്ന രീതിയിൽ തന്നെയാണ് അവൻ ഞങ്ങളോട് സംസാരിച്ചതും ഞങ്ങളെ നോക്കിയതും. അത് ഞങ്ങൾക്ക് വളരെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നി. പ്രത്യേകിച്ച് നൊറീൻ, അവൾക്കത് വലിയ മാനസികമായിട്ടുള്ള വിഷമമുണ്ടാക്കി. പിന്നീട് മറ്റൊരു സത്യം എന്തെന്നാൽ ഞങ്ങളുടെ മകൻ ആക്സിഡന്റിൽ മരണപ്പെട്ടപ്പോൾ അതിന്റെ കാരണക്കാരനായിട്ടുള്ളത് നൊറീൻ അല്ല. അന്ന് വണ്ടി ഓടിച്ചത് ഞാനായിരുന്നു. എനിക്ക് പറ്റിയ കയ്യബദ്ധത്തിലാണ് എൻ്റെ മകൻ മരണപ്പെട്ടത്. അങ്ങനെ എല്ലാ സത്യങ്ങളും ഡസ് സാറയോട് പറയുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. സാറ പഴയതുപോലെ തന്നെ തൻ്റെ മകനുമായിട്ടൊന്ന് മിങ്കിൾ ആവാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ ക്രിസ് ആകട്ടെ എപ്പോഴും ദേഷ്യത്തോടെ വിളിച്ചാൽ കേൾക്കാത്ത രീതിയിലാണ് പെരുമാറിയത്. അങ്ങനെ അന്നേ ദിവസം സാറ പുറത്തുകൂടെ ഒന്ന് ഓടാൻ ഇറങ്ങിയതാണ്. പുറത്തുണ്ടായിരുന്ന ആ ഒരു വലിയ കാട്ടിലൂടെയായിരുന്നു സാറ ജോഗ് ചെയ്തത്. അങ്ങനെ ഓടുന്നതിനിടയിലാണ് സാറ ആ വഴിയിൽ വെച്ച് ക്രിസ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടോയ് നിലത്ത് കിടക്കുന്നത് കണ്ടത്. ക്രിസ് ഉപയോഗിക്കുന്ന ആ ഒരു ടോയ് എങ്ങനെ ഇവിടെ വന്നെന്ന് സാറ ആലോചിച്ച് അവിടെ നിന്നുപോയി. അപ്പോഴായിരുന്നു ആ ഒരു കാടിന്റെ നടുവിലുണ്ടായിരുന്ന ആ ഒരു വലിയ ഗർത്തത്തെ പറ്റി സാറ ആലോചിച്ചത്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് അത് പരിശോധിക്കാനായിട്ട് അവൾ ആ ഗർത്തത്തിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ഗർത്തത്തിന്റെ ഉള്ളിൽ ആരോ പതിയെ സംസാരിക്കുന്ന ഒരു വികൃതമായ സൗണ്ട് കേട്ടത്. അത് കേട്ടപ്പോൾ തന്നെ സാറയ്ക്ക് വല്ലാതെ പേടിയായി. അങ്ങനെ പേടിയോട് തന്നെയാണ് സാറ തിരികെ വീട്ടിലേക്ക് കയറി ചെന്നത്. ആ ദിവസം ഫുഡ് കഴിച്ചപ്പോൾ സാറ ക്രിസിനെ ശ്രദ്ധിക്കുകയായിരുന്നു. ക്രിസ് അവന്റെ ഭക്ഷണം വളരെ മോശമായിട്ട് വളരെ ആർത്തിയോടെയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അവനൊട്ടും ഇഷ്ടമല്ലാത്ത ഒരു ഫുഡായിരുന്നു അത്. എന്നിട്ടും അവനെ ആർത്തിയോടെ അത് വലിച്ചു വാരി കഴിച്ചു.
ഇതൊക്കെ കൂടെ കണ്ടപ്പോൾ സാറ ആശ്ചര്യത്തോടെ ക്രിസിനോട് ഒരു കാര്യം ചോദിച്ചു. എന്തിനാണ് നീ പുറത്തേക്കിറങ്ങി ആ ഒരു കാട്ടിലേക്ക് പോയത്? എന്നാൽ ക്രിസ് അതിനെ നിഷേധിക്കുകയായിരുന്നു. ഞാൻ പുറത്തു പോയിട്ടില്ലെന്ന് ക്രിസ് തറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ സാറ പുറത്തുനിന്ന് കിട്ടിയ ക്രിസിന്റെ ടോയ് എടുത്ത് അവനെ കാണിച്ചു കൊടുത്തു. ഇതാ കാട്ടിൽ നിന്ന് കിട്ടിയതാണെന്നും എന്തിനാണ് പുറത്തു പോയതെന്നും എന്നോട് സത്യം പറയാനായിട്ട് സാറ ക്രിസിനോട് പറഞ്ഞു. ഇതുകൂടെ കേട്ടപ്പോൾ ക്രിസ് വളരെയധികം ദേഷ്യത്തിലായി. അവൻ അവന്റെ മുൻപിലുണ്ടായിരുന്ന ആ ഒരു വലിയ ടേബിള് ഒരു അസാമാന്യ ശക്തിയോടെ സാറയുടെ നേരെ തള്ളിവിടുകയാണ്. അങ്ങനെ ഇതുകൂടെ കണ്ടപ്പോൾ സാറയ്ക്ക് അവളുടെ കിളി പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ക്രിസിനും അവന്റെ ഒരു ബോധം തിരിച്ചു കിട്ടിയത്. താൻ എന്താണ് ചെയ്തതെന്ന് അപ്പോഴാണ് ക്രിസിന് മനസ്സിലായത്. ക്രിസ് അങ്ങനെ സാറയോട് മാപ്പ് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. ആ ദിവസം രാത്രി സാറയ്ക്ക് കിടന്നെങ്കിലും അവൾക്ക് ഉറക്കം വന്നില്ല. അവൾ ക്രിസിനെ പരിശോധിക്കാനായിട്ട് ക്രിസിന്റെ മുറിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. വാതിലിന്റെ കീ ഹോളിലൂടെ അവൾ നോക്കിയപ്പോൾ കാണുന്നത് 4 കാലിലും ആ ഒരു മുറിക്ക് ചുറ്റും എഴയുന്ന ക്രിസിനെയാണ്. മാത്രമല്ല ആ മുറിയിലുണ്ടായിരുന്ന 8 കാലുകളെയെല്ലാം അവൻ കഴിക്കുകയായിരുന്നു. ഇതുകൂടെ കണ്ടപ്പോൾ സാറയ്ക്ക് വല്ലാത്ത ഒരു അറപ്പുണ്ടായി. അവൾ പെട്ടെന്ന് തന്നെ തിരികെ അവളുടെ മുറിയിലേക്ക് ഓടി ചെല്ലുകയാണ്. അവൾ മുറിയിലേക്ക് കയറി ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവളുടെ മുറിയിലേക്ക് അതാ ക്രിസ് വരുന്നു. ക്രിസിനെ കണ്ടപ്പോൾ തന്നെ യാതൊന്നും നടക്കാത്ത രീതിയിൽ ക്യാഷ്വലായിട്ട് ക്രിസിനോട് അവൾ ഗുഡ് നൈറ്റ് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ സാറ ക്രിസിനെയും കൂട്ടിക്കൊണ്ട് അവൾ കാണാറുള്ള ആ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഡോക്ടർ ഇങ്ങനെ ക്രിസിനെ പരിശോധിച്ചെങ്കിലും ക്രിസിൽ യാതൊരു മാറ്റമോ ഒരു കുഴപ്പമോ കാണാൻ സാധിച്ചില്ല. ക്രിസ് വെറും നോർമൽ കിഡാണ്, അവന് യാതൊരു കുഴപ്പവുമില്ലെന്ന് ഡോക്ടർ അവളോട് പറഞ്ഞു. എന്നാൽ സാറയാകട്ടെ ഡോക്ടറെ ക്രിസിന്റെ അടുത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ട് ചില കാര്യങ്ങൾ അവൾ ഡോക്ടറിനോട് പറഞ്ഞു. ക്രിസ് ഒരു സാധാരണ കുട്ടിയല്ല, അവനിപ്പോൾ എൻ്റെ മകനല്ല. പലപ്പോഴും വയലന്റ് ആയിട്ടാണ് അവൻ ബിഹേവ് ചെയ്യുന്നത്. അവൻ എന്തൊക്കെയോ മാറ്റങ്ങൾ നടന്നിട്ടുണ്ടെന്ന് സാറ ആ ഒരു ഡോക്ടറിനോട് പറഞ്ഞു. എന്നാൽ ഡോക്ടർ അത് വിശ്വസിക്കാൻ തയ്യാറല്ലായിരുന്നു. യഥാർത്ഥത്തിൽ സാറയ്ക്കുണ്ടായ ആങ്സൈറ്റിയും അവളുടെ മെന്റൽ പ്രശ്നങ്ങളുമാണ് ഇതിനെല്ലാം കാരണം. അതിന്റെ കൂടെ തന്നെ ഡോക്ടർ മറ്റൊരു കാര്യവും സാറയോട് ചോദിച്ചു. സാറ, നിങ്ങളുടെ തലയിലുണ്ടായിരുന്ന ആ ഒരു മുറിവ് അത് ആക്സിഡന്റിൽ പറ്റിയെന്നാണ് നീ എന്നോട് പറഞ്ഞത്. എന്നാൽ അതിന്റെ യഥാർത്ഥ കാരണം നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലേ? എന്നാൽ ഡോക്ടറുടെ ഈ ഒരു ചോദ്യത്തിന് സാറ വ്യക്തമായ ഒരു മറുപടി നൽകിയില്ല. ആ ദിവസം തന്നെ സാറ ഒരു വീഡിയോ ക്യാമറ വാങ്ങിയിട്ട് ക്രിസ് കിടക്കുന്ന അവന്റെ ആ ഒരു ബെഡ്റൂമിൽ ക്രിസ് കാണാതെ തന്നെ ഒരു ഭാഗത്ത് ഫിക്സ് ചെയ്ത് വെക്കുകയാണ്. അന്ന് തൊട്ട് സാറ അവൾ കഴിച്ചുകൊണ്ടിരുന്ന ആ ഒരു ടാബ്ലറ്റ്സും മരുന്നുമൊന്നും പിന്നീട് അങ്ങോട്ട് മുൻപോട്ടേക്ക് കഴിച്ചിട്ടില്ല. തൊട്ടടുത്ത ദിവസം രാവിലെ ഭക്ഷണം കഴിക്കാനിരുന്ന ക്രിസിന്റെ അടുത്തേക്ക് സാറ ചെന്നിട്ട് അവനോട് മാപ്പ് പറയുകയാണ്. അവൾ അങ്ങനെയൊക്കെ ചെയ്തതിനും അവനെ അങ്ങനെ സംശയിച്ചതിനുമാണ് സാറ മാപ്പ് ചോദിച്ചത്. എന്നാൽ ക്രിസ് ആകട്ടെ അവന്റെ വിരൽ ഉപയോഗിച്ച് സാറയുടെ ആ ഒരു തലയിലെ മുറിവിലേക്ക് ക്രിസ് അവന്റെ ആ ഒരു വിരൽ കുത്തി ഇറക്കുകയാണ്. എന്നാൽ പെട്ടെന്നായിരുന്നു സാറ ഞെട്ടി എഴുന്നേറ്റത്. അത് സാറയുടെ ഒരു തോന്നൽ മാത്രമായിരുന്നു. അങ്ങനെ ആ ദിവസം ഉച്ചയ്ക്ക് ക്രിസിന്റെ സ്കൂളിലെ ഒരു പരിപാടി അറ്റൻഡ് ചെയ്യാനായിട്ട് സാറ ചെല്ലുകയാണ്. ക്രിസും അവന്റെ കൂട്ടുകാരും ചേർന്ന് നടത്തിയ ഒരു കൊയർ സോങ് അറ്റൻഡ് ചെയ്യാനായിട്ടാണ് സാറ ചെന്നത്. ക്രിസും അവന്റെ കൂട്ടുകാരും ആ ഒരു പാട്ട് പാടുമ്പോൾ അതിലെ ലിറിക്സ് എന്ന് പറയുന്നത് കാട്ടിൽ കണ്ടെത്തിയ ആ ഒരു വലിയ ഗർത്തത്തെ പറ്റിയുള്ള ലിറിക്സ് ആയിരുന്നു. ഇതൊക്കെ കൂടി ആയപ്പോൾ സാറ വളരെ സംശയത്തോടെയായിരുന്നു ആ ഒരു പാട്ട് കേട്ടുകൊണ്ടിരുന്നത്. സാറ ഒന്ന് കണ്ണു ചിമ്മി തുറന്നു നോക്കിയപ്പോഴാണ് അവളുടെ അരികിലുണ്ടായിരുന്ന ആൾക്കാർ ആരും തന്നെ ഇപ്പോൾ ഇല്ല. അവൾ ഒറ്റയ്ക്കാണ് ആ ഒരു ഹാളിലിരിക്കുന്നത്. മുൻപിലുണ്ടായിരുന്ന ക്രിസ് ആകട്ടെ ഒറ്റയ്ക്കാണ് പാട്ടും പാടിയത്. ക്രിസ് ആകട്ടെ വളരെ തുറിച്ചായിരുന്നു സാറിനെ നോക്കിക്കൊണ്ടിരുന്നത്. പേടിച്ചു ഭയന്നു പോയ സാറയാകട്ടെ ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. എന്നാൽ സാറയ്ക്ക് പിന്നീടും പുറത്തേക്ക് ഇറങ്ങാൻ സാധിച്ചില്ല. സ്കൂളിലെ എല്ലാ വാതിലുകളും അടച്ചിട്ടിരിക്കുകയാണ്. പെട്ടെന്നായിരുന്നു സാറയുടെ ഫ്രണ്ടായിട്ടുള്ള ലൂയിസ് അവിടേക്ക് വരുന്നത്. എന്തു പറ്റിയെന്ന് ലൂയിസ് ചോദിച്ചപ്പോൾ സാറ മറുപടി പറഞ്ഞു. എൻ്റെ മകൻ ക്രിസ് അവനിപ്പോൾ എൻ്റെ മകനല്ല, അവൻ വളരെ സ്ട്രേഞ്ച് ആയിട്ടാണ് എന്നോട് ബിഹേവ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം സാറ ലൂയിസിനോട് പറയുകയാണ്. എന്നാൽ അപ്പോഴായിരുന്നു ക്രിസിന്റെ ടീച്ചർ അവനെയും കൂട്ടി അവിടേക്ക് വന്നത്. സാറയ്ക്ക് വല്ലാത്ത ഭയമായി. അവൾ അവിടെ നിന്നും ഇറങ്ങി ആ ഒരു സ്കൂളിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് ഓടി പോവുകയാണ്. അങ്ങനെ പേടിയോടുകൂടെ ഒരു വിധത്തിൽ കാറിലേക്ക് കയറി അവൾ തിരികെ വീട്ടിലെത്തുകയാണ്. വീട്ടിലേക്ക് വന്നയുടനെ തന്നെ സാറ ക്രിസിന്റെ മുറിയിൽ വെച്ച വീഡിയോ ക്യാമറയാണ് എടുത്തു നോക്കിയത്. അതിലെ വീഡിയോ കണ്ട് യഥാർത്ഥത്തിൽ സാറ ഞെട്ടിപ്പോയി. തന്റെ മകൻ ക്രിസ് അല്ലായിരുന്നു ആ ഒരു വീഡിയോയിൽ ഉടനീളം ഉണ്ടായിരുന്നത്. പല മാറ്റങ്ങൾ വന്ന ആരോ ഒരാൾ, ഒരു വികൃത രൂപം, ഒരു വികൃത ജീവിയായിരുന്നു അതിലുണ്ടായിരുന്നത്. സാറയ്ക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇത് ആരെ കാണിക്കുമെന്ന് തന്നെ അവൾ ആലോചിച്ച് അവിടെ നിന്നുപോയി. അങ്ങനെയാണ് ആ ഒരു വീഡിയോ ക്യാമറയായിട്ട് നൊറീന്റെ ഹസ്ബൻഡായിട്ടുള്ള ഡെസിന്റെ അടുത്തേക്ക് അവൾ ചെന്നത്. അങ്ങനെ വീഡിയോയിലെ ആ ഒരു കാര്യങ്ങളെല്ലാം അവൾ ഡെസിനെ കാണിച്ചു കൊടുക്കുകയാണ്. വീഡിയോ കണ്ടു കഴിയുന്നതിന് ശേഷം ഡെസ് സാറയുടെ ഒരു കാര്യം തുറന്നു പറയുകയാണ്. എൻ്റെ ഈ വീട്ടിലെ ചുമരിൽ കാണുന്ന ഈ ഒരു കണ്ണാടികൾ അത് നൊറീൻ വെച്ചതാണ്. നൊറീൻ പലപ്പോഴും എന്നോട് പറയുമായിരുന്നു, നമ്മുടെ ആ ഒരു മകൻ അത് അവനല്ല,
അവൻ മറ്റെവിടെയാണെന്നും അവന്റെ രൂപം സ്വീകരിച്ചുവെന്ന മറ്റെന്തോ ഒന്നാണ് നമ്മുടെ കൂടെ നിൽക്കുന്നതെന്നും നൊറീൻ പലപ്പോഴും പറയുമായിരുന്നു. പലവട്ടവും അവൾ എന്നെയും സംശയിക്കും. ഒരാളുടെ യഥാർത്ഥത്തിലുള്ള രൂപം തിരിച്ചറിയാനായിട്ട് ഒരു കണ്ണാടിക്ക് മാത്രമേ സാധിക്കത്തുള്ളെന്ന് നൊറീൻ പലവട്ടവും എന്നോട് പറയുമായിരുന്നു. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം ഡെസ് തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാറ ഒരു കാര്യം അവനോട് ചോദിച്ചു. നിങ്ങളുടെ മകന് സംഭവിച്ചത് തന്നെയാണ് എൻ്റെ മകന് സംഭവിച്ചിരിക്കുന്നത്. എൻ്റെ അടുത്തുള്ളവൻ അത് യഥാർത്ഥത്തിൽ ക്രിസ് അല്ല. നിങ്ങളുടെ മകന് സംഭവിച്ചത് തന്നെയാണ് എൻ്റെ മകനും ഇപ്പോൾ സംഭവിക്കുന്നത്. എന്നാൽ ഇത് കേട്ടപ്പോൾ ഡെസ് അത് അംഗീകരിച്ചില്ല. സാറ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൻ തള്ളി പറയുകയായിരുന്നു. എന്നാൽ വീഡിയോയിൽ കണ്ട കാര്യങ്ങളെ പറ്റിയൊന്നും ഡെസ് തുറന്നു പറഞ്ഞില്ല. അങ്ങനെ ഡെസ് സാറനെ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ്. അതിൻ്റെ കൂടെ ദേഷ്യമെന്ന് ഡെസ് ആ വീഡിയോ ക്യാമറയിൽ നിലത്തിട്ട് പൊട്ടിക്കുകയായിരുന്നു. തിരികെ വീട്ടിലെത്തിയ സാറയാകട്ടെ ആ ഒരു പൊട്ടിയ ക്യാമറയിൽ നിന്ന് മെമ്മറി കാർഡ് എങ്ങനെയൊക്കെയോ ഊരിയെടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴായിരുന്നു ക്രിസ് അവളുടെ അടുത്തേക്ക് വന്നത്. എന്തിനാണ് സ്കൂളിൽ തന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇവിടേക്ക് പോകുന്നതെന്ന് ക്രിസ് അവളോട് ചോദിച്ചു. തനിക്ക് സുഖമില്ലായിരുന്നെന്നും അവിടെ അധികം നേരം നിൽക്കാൻ കഴിയാത്തത് കൊണ്ടുമാണ് വീട്ടിലേക്ക് തിരികെ പോകുന്നതെന്ന് സാറ ക്രിസിനോട് പറഞ്ഞു. ഇനി മേലിൽ താൻ അത് ആവർത്തിക്കത്തില്ലെന്നും സാറ അവനോട് പറയുകയാണ്. അങ്ങനെ ക്രിസ് സ്നേഹത്തോടെ സാറേനെ കെട്ടിപ്പിടിക്കുകയാണ്. ആ ദിവസം വൈകിട്ട് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ക്രിസ് മയങ്ങുന്നതിനായിട്ട് ക്രിസിന്റെ ഭക്ഷണത്തിൽ സാറ ഒരു സെഡേറ്റീവ് കലർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ സാറ ക്രിസിനോട് ഒരു കാര്യം പറഞ്ഞു. നിനക്കിഷ്ടമുള്ള ആ ഒരു ഗെയിം നമുക്ക് കളിച്ചാലോ? എന്നാൽ ക്രിസിന് ആ ഒരു ഗെയിം എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. തനിക്കിഷ്ടമുണ്ടായിരുന്ന ആ ഒരു ഗെയിം ഏതാണെന്ന് ക്രിസിന് സാറയോട് പറയാൻ കഴിഞ്ഞില്ല. ക്രിസ് ആണെങ്കിൽ ഒരു രൂക്ഷ ഭാവത്തോടെയാണ് സാറേനെ നോക്കിയത്. ക്രിസിന്റെ കള്ളി വെളിച്ചത്തായി എന്ന മട്ടിൽ സാറ ക്രിസിനോട് പറഞ്ഞു, നീ എൻ്റെ മകൻ ക്രിസ് അല്ല, മറ്റാരോ ആണ്. സാറ എങ്ങനെ ദേഷ്യത്തോടെയാണ് ക്രിസിനോട് സംസാരിച്ചത്. യഥാർത്ഥത്തിൽ ക്രിസിന്റെ രൂപം വഹിച്ച മറ്റൊരു മോൺസ്റ്റർ ആയിരുന്നു സാറയുടെ മുൻപിലുണ്ടായിരുന്നത്. ക്രിസിന്റെ രൂപമുള്ള ആ ഒരു മോൺസ്റ്റർ പെട്ടെന്ന് തന്നെ സാറയുടെ അടുത്തേക്ക് ഓടി വന്ന് അവളെ വലിച്ചെറിഞ്ഞ് ആക്രമിക്കാൻ തുടങ്ങി. നല്ല ശക്തിയുള്ള ആ ഒരു രൂപം സാറേനെ തലങ്ങും വിലങ്ങും വലിച്ചെറിഞ്ഞ് അവളുടെ ബോധം കെടുത്തുകയാണ്. അങ്ങനെ ബോധം പോയ സാറേനെ വലിച്ചുകൊണ്ട് ക്രിസിന്റെ രൂപമുള്ള ആ ഒരു ജീവി പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. ശേഷം പുറത്ത് ചെറിയൊരു കുഴിയുണ്ടാക്കി സാറയുടെ തല അതിലേക്ക് പൂഴ്ത്തി വെച്ചു. നൊറീൻ എന്ന ആ ഒരു സ്ത്രീക്ക് സംഭവിച്ചതും ഇത് തന്നെയായിരുന്നു. നൊറീനെ കൊന്നതുപോലെ തന്നെ സാറേനെ കൊല്ലാനായിരുന്നു ക്രിസിന്റെ ഒരുക്കം. എന്നാൽ പെട്ടെന്നായിരുന്നു സാറ നേരത്തെ കൊടുത്ത ആ ഒരു സെഡേറ്റീവ് ഇപ്പോൾ വർക്കാകാൻ തുടങ്ങിയത്. അങ്ങനെ ആ ഒരു സെഡേറ്റീവിന്റെ എഫക്റ്റ് കാരണം ക്രിസ് പതിയെ ബോധം കെട്ടു വീണു. തലയുടെ മുകളിൽ ചെറിയ ചെളി മാത്രം ഉണ്ടായിരുന്നതുകൊണ്ട് സാറ എങ്ങനെയൊക്കെയോ ആ ഒരു കുഴിയിൽ നിന്ന് പുറത്തേക്ക് തലയെടുക്കുകയാണ്. അങ്ങനെ ബോധം പോയ ക്രിസിനെ എടുത്തുകൊണ്ട് സാറ ആ ഒരു വീടിന്റെ ബേസ്മെന്റിൽ കൊണ്ടിടുകയാണ്. ഇതിന്റെ യഥാർത്ഥത്തിലുള്ള രൂപം എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി സാറ ഒരു കണ്ണാടി എടുത്തുകൊണ്ട് ക്രിസിന്റെ മുഖത്തിന്റെ മുൻപിൽ കൊണ്ടുവച്ചു. കണ്ണാടിയിൽ കണ്ട രൂപം കണ്ട് യഥാർത്ഥത്തിൽ സാറ ഒന്ന് ഞെട്ടിപ്പോയി. ഒരു വികൃത രൂപമുള്ള മറ്റേതോ ഒരു ജീവിയാണ് അത് ആ ഒരു കണ്ണാടിയിലുള്ളത്. ക്രിസിന്റെ രൂപം സ്വീകരിച്ച മറ്റൊരു ജീവിയായിരുന്നു അത്. പെട്ടെന്നായിരുന്നു ക്രിസിന്റെ രൂപമുള്ള ആ ഒരു ജീവിക്ക് ബോധം തെളിഞ്ഞത്. അങ്ങനെ മുൻപിൽ കണ്ട സാറയും പിടിച്ചു വലിച്ചഴച്ചുകൊണ്ട് ആ ഒരു ജീവി മുൻപോട്ടേക്ക് പോയി. എന്നാൽ ക്രിസ് ചെറിയൊരു കുട്ടിയായിരുന്നത് കൊണ്ട് മാത്രം സാറയ്ക്ക് എങ്ങനെയൊക്കെയോ അതിനെ കീഴടക്കാൻ സാധിച്ചു. ഒരു വിധത്തിൽ അതിനെ കീഴടക്കി സാറ അങ്ങനെ നിലത്തിട്ടു. അപ്പോഴാണ് ക്രിസിന്റെ രൂപത്തിൽ നിന്ന് ഒരു വലിയ അലർച്ചയുണ്ടായത്. ആ ഒരു ജീവി കരയുന്ന ഒരു അലർച്ചയായിരുന്നു അത്. സാറ ബേസ്മെന്റിന്റെ വെളിയിലേക്ക് ഇറങ്ങി വന്ന് ആ ഒരു വാതിൽ ലോക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ബേസ്മെന്റിലുള്ളത് ക്രിസിന്റെ രൂപമുള്ള ഒരു ജീവി മാത്രമാണ്. യഥാർത്ഥത്തിലുള്ള തന്റെ മകൻ ഇപ്പോൾ മറ്റെവിടെയോ ആണെന്ന് സാറയ്ക്കറിയാം. തന്റെ മകനെ കണ്ടെത്താനായിട്ട് സാറ എങ്ങനെ ഇറങ്ങിത്തിരിക്കുകയാണ്. സാറയ്ക്ക് ആദ്യമേ തന്നെ സംശയം തോന്നിയത് കാടിന്റെ നടുവിൽ കണ്ട ആ ഒരു ഗർത്തമായിരുന്നു. അവിടെ തന്നെ തന്റെ മകൻ കാണുമെന്ന് സാറയ്ക്ക് ഉറപ്പായിരുന്നു. സാറ ഇങ്ങനെ ആ ഒരു വലിയ ഗർത്തത്തിന്റെ അടുത്തേക്ക് നടന്നു നീങ്ങി. വലിയ വാ പോലുള്ള ആ ഒരു ഗർത്തത്തിനുള്ളിലേക്ക് സാറ ഇങ്ങനെ എടുത്തു ചാടുകയാണ്. ഉടൻ തന്നെ ആ ഒരു ഗർത്തം സാറേനെ വിഴുങ്ങി. സാറ ഇങ്ങനെ കണ്ണു തുറന്നു നോക്കുമ്പോൾ ഒരു ഗുഹയുടെ തുടക്കത്തിനുള്ളിലാണ് അവളിപ്പോൾ. ആ ഒരു ചെറിയ ഗുഹയ്ക്കുള്ളിലൂടെ സാറ ഇഴങ്ങി നീങ്ങുകയാണ്. അങ്ങനെ ഇഴങ്ങി നീങ്ങി അവസാനം ഗുഹയുടെ ഒരു അറ്റത്തെത്തിയപ്പോഴാണ് ഒരു ഞെട്ടിക്കുന്ന കാഴ്ച സാറ കണ്ടത്. കുറേയേറെ കുട്ടികളുടെ എല്ലുകളായിരുന്നു അത്. അതിന്റെ കൂടെ തന്നെ മറ്റൊരറ്റത്ത് തന്റെ യഥാർത്ഥത്തിലുള്ള മകൻ ക്രിസ് ഉറങ്ങിക്കിടക്കുന്നതാണ് സാറ കാണുന്നത്. സാറ ഉടൻ തന്നെ ബോധമില്ലാതെ കിടക്കുന്ന ക്രിസിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ക്രിസിനെയും എടുത്തുകൊണ്ട് സാറ ഒരു വിധത്തിൽ ഗുഹയ്ക്ക് വെളിയിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നു. എന്നാൽ പെട്ടെന്നായിരുന്നു വികൃതമായ രൂപമുള്ള കുറേയേറെ ക്രീച്ചേഴ്സ്, അതായത് കുറെ ജീവികൾ അവളുടെ പുറകെ തന്നെ ഫോളോ ചെയ്തു വരികയാണ്. സാറ എങ്ങനെയൊക്കെയോ ക്രിസിനെയും എടുത്തുകൊണ്ട് ആ ഒരു ഗുഹയ്ക്ക് വെളിയിൽ ഇറങ്ങാൻ ശ്രമിക്കുമ്പോഴും ആ ഒരു ജീവികൾ പുറകെ തന്നെയുണ്ട്. പെട്ടെന്നായിരുന്നു ഒരു ജീവി സാറേനെ കയറി പിടിച്ചത്. സാറേനെ പിടിച്ച ഉടനെ തന്നെ ആ ഒരു ജീവി സാറയുടെ മുഖവും അവളുടെ രൂപസാദൃശ്യവുമെല്ലാം കോപ്പി ചെയ്തെടുക്കുകയാണ്. എന്നാൽ സാറയാകട്ടെ അവളുടെ കയ്യിലുണ്ടായിരുന്ന ടോർച്ച് എടുത്ത് അതിന്റെ മുഖത്തേക്ക് അടിച്ചതോടുകൂടെ
ആ ഒരു ജീവി സാറയുടെ ദേഹത്തു നിന്ന് കൈയെടുക്കുകയാണ്. ഒരു വിധത്തിൽ ബോധമില്ലാത്ത ക്രിസിനെയും എടുത്തുകൊണ്ട് സാറ ഗുഹയിൽ നിന്നും ആ ഒരു വലിയ ഗർത്തത്തിൽ നിന്നും പുറത്തേക്ക് എങ്ങനെയൊക്കെയോ ഇറങ്ങി രക്ഷപ്പെട്ടു. ഒരു മരത്തിന്റെ ചുവട്ടിൽ ക്രിസിനെ ഇരുത്തിയതിനു ശേഷം സാറ ക്രിസിനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ബോധം തെളിഞ്ഞ യഥാർത്ഥത്തിലുള്ള ക്രിസിനെ സാറ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. അവിടെ നിന്ന് ക്രിസിനെയും എടുത്തുകൊണ്ട് അവരുടെ ആ വീട്ടിലേക്ക് സാറ പോവുകയാണ്. വീടിന്റെ വെളിയിലുണ്ടായിരുന്ന വണ്ടിയുടെ അരികിൽ ക്രിസിനെ നിർത്തിയിട്ട് വണ്ടിയുടെ താക്കോൽ എടുക്കുന്നതിനായിട്ട് സാറ വീടിന്റെ അകത്തേക്ക് ചെന്നു. അപ്പോഴാണ് ബേസ്മെന്റിന്റെ അകത്തുണ്ടായിരുന്ന ക്രിസിന്റെ രൂപമുള്ള ആ ഒരു ജീവി തന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചപേക്ഷിക്കുകയായിരുന്നു. എന്നാൽ സാറയാകട്ടെ ആ ഒരു ജീവിയുടെ വാക്കുകളിൽ വീണുപോയില്ല. ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരൊറ്റ കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ, ആ ഒരു വീടിന് തീയിടുക. അങ്ങനെ ആ ഒരു വീടിന് തീയിട്ട് സാറ ക്രിസിനെ കൂട്ടിക്കൊണ്ട് കാർ ഓടിച്ചുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. അങ്ങനെ കുറെ നാളുകൾ കടന്നുപോയി. സാറ ഇപ്പോൾ ക്രിസിന്റെ കൂടെ മറ്റൊരു വീട്ടിൽ സുഖമായിട്ട് ജീവിക്കുകയാണ്. എന്നിരുന്നാലും സാറയ്ക്ക് പലപ്പോഴും സംശയം തോന്നുമ്പോൾ അവളൊരു ക്യാമറ എടുത്ത് ക്രിസിന്റെ ഫോട്ടോ എടുക്കും. ആ ഒരു ജീവി തിരികെ വന്നിട്ടില്ലെന്ന് ഉറപ്പ് വരുത്താനായിട്ടാണ് സാറ അങ്ങനെ ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ അവരുടെ വീട്ടിൽ ചുമരിൽ മൊത്തം കണ്ണാടികൾ മാത്രമാണ്. ആ ഒരു ജീവി ക്രിസിന്റെ രൂപം വഹിച്ച് തിരികെ വരുന്നില്ലെന്ന് ഉറപ്പ് വരുത്താനായിട്ടാണ് സാറ അങ്ങനെ ചെയ്തത്. ഇങ്ങനെ ഒരു എൻഡിങ്ങോട് കൂടെ തന്നെയാണ് നമ്മുടെ ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുന്നത്. ഈ ഒരു മൂവി ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.